ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓർത്തു എൻ്റെ കുറച്ച് പ്ലാന്റിൻ്റെ കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഒത്തിരി പ്ലാന്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാട്ടിലെ പോലെ നമുക്ക് അത്രയും വീടിൻ്റെ പുറത്തും വീടിൻ്റെ ഉള്ളിലും അങ്ങനെ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് നോക്കാനുള്ള ഏരിയയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇവിടെ യു എയിലില്ല. എല്ലായിടത്തും തന്നെ ചെറിയ ചെറിയ ബാൽക്കണികളും ചെറിയ വിൻഡോസും അതൊക്കെയാണ് നമ്മൾ ഒപ്പിച്ചു വെക്കുന്നത് പ്ലാന്റ്സ്. ഒരു 4-5 വെറൈറ്റി ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ആദ്യമായിട്ട് യുവിൽ വന്ന് ഫസ്റ്റ് ടൈമിൽ മേടിച്ച പ്ലാന്റാണിത്, സ്നേക്ക് പ്ലാന്റ്. ഇത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഏത് വീട്ടിലും സൂര്യപ്രകാശം വേണമെന്നില്ല, അല്ലെങ്കിൽ അതിന് മാത്രം വെള്ളം ആവശ്യമില്ല. അങ്ങനെ എവിടെ വെച്ചാലും അവിടുന്ന് വളരും. അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് പീസ് ലില്ലിയാണ്. ഫസ്റ്റ് ടൈമിലൊക്കെ കൊണ്ടുവന്ന ടൈമിലൊക്കെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്ലവറൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൺലൈറ്റിൻ്റെ ആണോ എന്തിൻ്റെ പ്രശ്നമെന്നറിയില്ല, അത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇത് ഫുള്ള് പോയി തുടങ്ങി. ചെറിയ ചെറിയ ഇതായിട്ട് കരിയാനും അല്ലെങ്കിൽ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ അതിന് പിന്നെയും ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് മാറ്റി റീപ്ലാന്റ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു പുതിയ ലീവ്സാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാം, എല്ലാം പുതിയ ലീവ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ അതിൽ കൂടുതലും മിക്സായിട്ട് സ്പൈഡർ വെബ് വെച്ചിട്ടുണ്ട്. സ്പൈഡർ വെബ് അത്യാവശ്യം നല്ല ഈസി ആയിട്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ്. ഇത് പോത്തോസിലെ ജെയ്ഡ് പോത്തോസാണിത്. ഫുൾ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഇതാണെങ്കിൽ നമുക്ക് വാട്ടറിൽ വേണമെങ്കിൽ വാട്ടറിൽ വെക്കാം, മണ്ണിൽ വേണമെങ്കിൽ മണ്ണിലും തന്നെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു സ്നേക്ക് പ്ലാന്റാണ്. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് മോസസ് പ്ലാന്റ്. ഇതിപ്പം 4-5 മാസം ആയതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ട്. നെക്സ്റ്റ് പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈഡിൽ കുറേ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൈതയുടെ ഈ പൈനാപ്പിളിൻ്റെ ചെറിയ പ്ലാന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഇത് നെക്സ്റ്റ് നമ്മുടെ സ്നോ ക്യൂനാണ്, പോത്തൂസിൻ്റെ തന്നെ. ഇതും ഇപ്പം കുറേ ആയിട്ട് പല പല രീതിയിൽ ഇത് മാറ്റി ഇടയ്ക്ക് ഇതിൻ്റെ വെള്ളം കൂടിപ്പോയിട്ട് വേരൊക്കെ ചീഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ഓക്കെ ആയി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഇനി ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി ഇതെല്ലാം ഞാൻ സോയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പോത്തസിൻ്റെ തന്നെ ഗോൾഡൻ ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്പൈഡർ വെബ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് റുസ്കസ്, മറ്റേ ഫ്ലവേഴ്സിൻ്റെ ബൊക്കയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അതാണ്. അതിൻ്റെ ഒരെണ്ണം ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ടേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റുസ്കസിൻ്റെ. ഇതിപ്പോൾ ഏകദേശം 2.5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഒരു മാറ്റവും ഇല്ലാണ്ട് കരിഞ്ഞും പോയിട്ടില്ല, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും മുള പൊട്ടുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു ലീഫ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഞാനൊരു വാളിൽ ചെറുതായിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള പോത്തോസിൻ്റെ നിയോണാണ്. അത് ഞാൻ ഇതുപോലെ തന്നെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ചെറിയൊരു വാൾ ഡെക്കർ പോലെ ഞാനത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണിത്, ക്രൗൺ ഓഫ് ത്രോൺസ് എന്നാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണിത്, റബ്ബർ പ്ലാന്റ്. അതിൻ്റെ ഒരു റൂബി ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണിത്. ഇതാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് എന്ന് പറയാം. അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള ഇവിടെ ഒരു ചെറിയൊരു ടേബിളിലാണ് ഞാൻ ഒരു ചെറിയ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ബേബീസ് ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കാണാൻ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മുള പൊട്ടി ആയി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാർണിയോമിൻ്റെത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പോത്തോസ് കുറച്ചുകൂടെ പെട്ടെന്ന് വളരുന്നത് വെള്ളത്തിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വാഷ്റൂമിൻ്റെ സൈഡിലായിട്ടുള്ള വാഷ് ബേസിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് മാർബിൾ ക്യൂനാണിത്, സ്നോ ക്യൂൻ അല്ല. സ്നോ ക്യൂൻ കുറച്ചുകൂടെ വൈറ്റിഷ് കളർ ലീവ്സിൽ കാണും. ഇത് മാർബിൾ ക്യൂനാണ്. ഇത് കൂടുതലും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നു. പിന്നെ ഇതൊരു ചെറിയ പീസ് ലക്കി ബാമ്പു ആണ്. എനിക്ക് ചെറിയൊരു പീസ് കിട്ടിയത്. ഇത്രയും നാളിവിടെ നിൽക്കുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ സൺലൈറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇതിലുള്ളതൊരു ഗ്രാസ് ഹെഡ് ഡോളാണുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം വളർന്നു, ഏകദേശം ഒരു 5-6 മാസമായി കാണും. കാരണം ഇത് ഓൾറെഡി ഇത് വളർന്നിട്ടിപ്പോൾ കഴിയാറായി. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഫുള്ള്. ഇത് നമുക്കൊരു സീഡ് ബോൾ പോലെ ഒരൈറ്റമാണ് കിട്ടുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലിറക്കി വെച്ച് കഴിഞ്ഞ് ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് പയ്യെ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ പുല്ല് പോലെ വളർച്ച വാങ്ങാൻ തോന്നും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5-6 മാസമായി. ഇത് ഏകദേശം ഇതിൻ്റെ അവസാന ഘട്ടമാണ്. ഇതിപ്പം പയ്യെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഏകദേശം എല്ലാം തന്നെ മുളച്ച് കഴിഞ്ഞു. പിന്നെ ഇവൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു പ്ലാന്റാണിത്, സെയിം സ്പൈഡർ വെബും. പിന്നെ നമ്മുടെ സെയിം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്.
ഇതെൻ്റെ കിച്ചൺ സൈഡാണ്. കിച്ചൺ സൈഡിൽ ഒരു ചെറിയ കോഫി മഗ്ഗിൽ സ്പൈഡർ വെബാണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് റൂക്കസിൻ്റെ. ഇപ്പം ഒരു 2.5-3 വർഷമായി കാണും. ഇത് ഇതേപോലെ തന്നെ ഏത് കളറിലാണോ കിട്ടിയത് അതേപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ചെറിയ എനിക്ക് തോന്നുന്നു സൺലൈറ്റിൻ്റെ ഇതിൻ്റെ പ്രോബ്ലം തോന്നുന്നു. ചെറിയ രീതിയിൽ കളറൊന്ന് റൈറ്റ് സൈഡിൽ തന്നെ ചെറിയ ഡള്ളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കി ഒരു പ്രശ്നമില്ലാണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലും ഞാൻ സ്പൈഡർ വെബ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെള്ളത്തിലാകുമ്പോൾ കുറച്ചുകൂടി ഇത് നല്ല രീതിയിൽ വളരുന്നുണ്ടെന്ന് തോന്നുന്നു, മണ്ണ് സോയിലിൽ വെക്കുന്ന അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഞാനത് പരീക്ഷിക്കുക. ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് UAE-ൽ. അപ്പം അതൊന്ന് പരീക്ഷിക്കാനായിട്ടാണ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ സോയിലിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൽ വെച്ചത് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് പറ്റുന്നുണ്ട്. എൻ്റെ ചെറിയൊരു പ്രെയർ ഏരിയ ആണ്. അതിൻ്റെ സൈഡിൽ ഞാൻ പോത്തോസിൻ്റെ തന്നെ ഗോൾഡൻ പോത്തോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ചെറിയൊരു പോട്ട് പോലത്തെ ഇതിൽ വെള്ളത്തിലിട്ടിട്ട് അതിൽ ചെറിയ സ്റ്റോൺസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ വേരുകൾ കുറച്ച് ഈസി ആയിട്ട് വളരാനായിട്ട് സ്റ്റോൺസ് നല്ലതാണ്. ഇതാണ് ബെഡ്റൂമിലെ പ്ലാന്റ്സ്. ഇവിടെ സെയിം പോത്തോസ് ഉണ്ട്. പോത്തോസിനെ ഞാൻ വെള്ളത്തിലാക്കിയിട്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ സ്പൈഡർ വെബ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ സ്പൈഡർ വെബാണ് വെച്ചിരിക്കുന്നത്. സ്പൈഡർ വെബ് പിന്നെ നിയോമും കൂടെ മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സ്നേക്ക് പ്ലാന്റിനെ ഞാൻ അത് പ്ലാന്റ് ആവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ സ്പൈഡർ വെബാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്നേക്ക് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും അത്യാവശ്യം രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു തണ്ട് വെച്ചതാണ്. അതിൽ നിന്ന് ചെറുതായിട്ട് വേര് പൊട്ടി ആയി വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചെറുതല്ല, ഇത് അത്യാവശ്യം നമുക്ക് റീപ്ലാന്റ് ചെയ്യാനും മാത്രം ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്റ് കളക്ഷൻസ്. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഇനി കൂടുതൽ പ്ലാന്റ്സ് ഭാവിയിൽ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ.